ഭർത്താവിൻ്റെ വൃക്ക വിറ്റുകിട്ടിയ 10 ലക്ഷം രൂപയുമായി യുവതി കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയോ? എൻ്റെ തമ്പുരാനെ, വൃക്ക വിൽക്കാൻ നിർബന്ധിച്ചതും യുവതി. ചേട്ടാ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. കെട്ടുവിൻ്റെ വൃക്ക വിറ്റ് കാശൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നും ഒളിച്ചോടിയാൽ മാത്രം മതി. എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കാശൊക്കെ കിട്ടി. 10 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ ലക്ഷപ്രഭുക്കളാണ് ചേട്ടാ. വൃക്ക എങ്ങനെ വിൽക്കാൻ സമ്മതിച്ചെന്നോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചു. അതൊക്കെ നമ്മുടെ ഐഡിയ പോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. വൃക്ക വിറ്റു, പൈസ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. 10 ലക്ഷം തികയൂല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ നോക്കാം. അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ട്രൂ ലവ് അല്ലേ, നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ച് പോയി ജീവിക്കണം. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ദൈവം കാണാതെ പോകൂല ചേട്ടാ. അതുകൊണ്ടല്ല ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ വൃക്കാനെ വിൽക്കാൻ ഞാൻ സമ്മതിച്ചത്. ഇന്ന് തന്നെ നമുക്ക് പോകണം. കാശ് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മുടെ ആത്മാർത്ഥ സ്നേഹം ദൈവം കാണാതെ പോകില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. നമുക്കുണ്ടാവുന്ന പിള്ളേരോട് ഈ കിഡ്നി ടച്ച് ലവ് സ്റ്റോറി എനിക്ക് പറയണം ചേട്ടാ, പറയണം. ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്നോ? വേണ്ട, 10 ലക്ഷം കയ്യിലിരിക്കണത്. ഞാൻ അങ്ങോട്ടൊരു ടാക്സി പിടിച്ച് വരാം. അല്ലെങ്കിൽ ഇടയ്ക്ക് എട്ടിയോ കണ്ടാലാ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇതൊരു മോശമല്ലേ. ഞാൻ അങ്ങോട്ട് വരാം, ടാക്സിയൊക്കെ പിടിച്ച് ഞാൻ അങ്ങോട്ട് വരാം. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ 10 ലക്ഷം തീരണ വരെ അടിച്ച് പൊളിക്കണം. അതൊരു പണിക്കൊന്നും പോവേണ്ടല്ല. കാശല്ല കയ്യിലിരിക്കണത്. അത് തീർന്നാൽ നമുക്ക് വേറെ ആരെങ്കിലും പറ്റിക്കാം. പ്രശ്നമില്ല. വേറെ ആരെങ്കിലും പറ്റിക്കാമല്ലോ. ആരെ പറ്റിക്കുമെന്നോ? അതിപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് ആരെ വേണമെങ്കിലും നമുക്ക് പറ്റിക്കാമല്ലോ. ഹലോ കട്ടായ? എന്തായാലും ഒരു ടാക്സി വിളിച്ചുകൊണ്ട് പോവാം.